ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് ഡേയിൽ ആ ഒരു ദിവസം കൊണ്ട് 13% അപ്വേർഡ് മൂവ്മെൻറ്റ് കാണിക്കുകയും ഇന്ന് 11% അപ്വേർഡ് പിന്നെയും കാണിക്കുകയും ചെയ്ത കോൺഫിഡൻസ് പെട്രോളിയം എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു വമ്പിച്ച മുന്നേറ്റം ഈ സ്റ്റോക്കിൽ ഉണ്ടാവാൻ കാരണം അതിൻ്റെ കമ്പനി ഒഫീഷ്യൽസിൽ നിന്നും പുറത്തു വന്ന ഒരു ന്യൂസായിരുന്നു. അതായത് 2026 ആകുമ്പോഴേക്കും ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ സ്പേസിൽ പ്രത്യേകിച്ച് ഓട്ടോ, ഗ്യാസ്, LPG, CNG അങ്ങനെയുള്ള ആ ഒരു ഗ്യാസിൻ്റെ വിവിധ മേഖലകളിൽ 10,000 കോടിയുടെ ഒരു റവന്യൂ ഈ കമ്പനി പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ CNG ഫ്യൂവലിംഗ് സ്റ്റേഷൻസ്, അതേപോലെ EV ചാർജിങ് ഫെസിലിറ്റീസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാനും താരതമ്യേന സുരക്ഷിതമായതും കാര്യക്ഷമമായ, അതായത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ സേഫായിട്ടുള്ള Type 4 ഗ്യാസ് സിലിണ്ടറുകൾ മാർക്കറ്റിൽ ഇറക്കാനും ഈ കമ്പനി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെയിൽസ് ടാർഗറ്റ്, അതായത് 10,000 കോടിയുടെ റവന്യൂ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഈ കമ്പനി 350 കോടിയുടെ ഒരു വലിയൊരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി അവർ 1.4 lakh സ്ക്വയർ ഫീറ്റ് ലാൻഡ് അവർ നാഗ്പൂരിൽ അക്വയർ ചെയ്യുകയും Type 4 സിലിണ്ടർ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ജർമ്മൻ മെഷീനറീസും ടെക്നോളജീസും ഒക്കെ ഓർഡർ പ്ലേസ് ചെയ്ത് ഇരിക്കുകയുമാണ്. അപ്പോൾ ഈ ഒരു Type 4 സിലിണ്ടർ ഉപയോഗിക്കുന്നതോടുകൂടി CNG ഉപയോഗിച്ച് ഓടുന്ന ട്രക്കുകൾ, ബസ്സുകൾ, അതിലൊക്കെ ആവറേജ് റേഞ്ച് ഈ ബസ്സിൻ്റെ 250 പെർ കിലോമീറ്റർ എന്നുള്ള അവസ്ഥയിൽ നിന്ന് 650 കിലോമീറ്റർ ആയിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് കൂടാതെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ഗ്യാസ് സ്പേസിലുള്ള വലിയൊരു കാപ്പക്സ്, അതിലൂടെ വലിയൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാനാണ് കോൺഫിഡൻസ് പെട്രോളിയം എന്ന് പറയുന്നത് ഈ ഗ്യാസ് സിലിണ്ടറിങ് നിർമ്മാണ കമ്പനി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ബിസിനസ് നോക്കുകയാണെങ്കിൽ 15ഓളം സിലിണ്ടർ മാനുഫാക്ചറിങ് പ്ലാന്റുകൾ ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. കൂടാതെ 620-ൽ പരം റോഡ് വെഹിക്കിൾ ആൻഡ് ടാങ്കേഴ്സും ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. കൂടാതെ 68-ൽ പരം ബോട്ട്ലിംഗ് ആൻഡ് ബ്ലെൻഡിങ് പ്ലാന്റ്സും ഇവർക്കുണ്ട്. ബോട്ട്ലിംഗ് പ്ലാൻ ഇന്ത്യയിലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലുള്ള ലാർജസ്റ്റ് LPG ബോട്ട്ലറാണ് കോൺഫിഡൻസ് പെട്രോളിയം. അപ്പോൾ ഇവരുടെ മേജർ ക്ലയൻസിൽ നമുക്ക് PSU കമ്പനികളായിട്ടുള്ള ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം പോലെയുള്ള പ്രധാനപ്പെട്ട പെട്രോളിയം കമ്പനികളൊക്കെ ഇവരുടെ പ്രധാനപ്പെട്ട ക്ലയൻ്റാണ്. കൂടാതെ ഈ കമ്പനിക്ക് ടാറ്റ, കിർലോസ്കർ, ബജാജ്, വോൾവോ, ഹൽദിറാംസ് തുടങ്ങിയ കമ്പനികളുമായിട്ടുള്ള ടൈപ്സും ഉണ്ട്. 2000-ലധികം LPG ഡീലർ നെറ്റ്വർക്ക് ഇവർക്കുണ്ട്. ഇവരുടെ തന്നെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഗോ ഗ്യാസ് എന്ന് പറയുന്ന ഗ്യാസ് സിലിണ്ടർ നമ്മൾ മാർക്കറ്റിലേക്ക് കാണാറുള്ളതാണ്. അതിൽ 2000-ൽ പരം ഡീലർ നെറ്റ്വർക്ക് ഇവർക്കുണ്ട്. കൂടാതെ 250-ലധികം ഓട്ടോ LPG ഡിസ്പെൻസിങ് സ്റ്റേഷൻ ഓൾറെഡി ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. കൂടാതെ 35-ൽ പരം CNG സ്റ്റേഷനുകൾ ഇവർ ഓൾറെഡി സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റവന്യൂ മോഡൽ. അപ്പോൾ ഇവരുടെ ഫണ്ടമെൻ്റൽ നമ്പേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് 3320 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണിത്. ഇതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് 115 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈ പ്രൈസും ഇത് തന്നെയാണ്. അതായത് ഇവരുടെ ഏറ്റവും വലിയ പ്രൈസാണ് 115, അതിലാണ് ഇപ്പം സ്റ്റോക്ക് നിൽക്കുന്നത്. അതായത് ഇതിൻ്റെ 52 വീക്ക് ഹൈ മാത്രമല്ല, ഓൾ ടൈം ഹൈ ആണ് 115 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ്. അപ്പോൾ ഈ ഒരു പ്രൈസിലേക്ക് ഇത് എത്തിയത് ഈ 10,000 കോടിയുടെ ഒരു റവന്യൂ ഇവർ ഭാവിയിൽ 2 കൊല്ലം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ന്യൂസിൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഇതിൽ വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതും അതിലൊരു ബ്രേക്കൗട്ടിലേക്ക് ഈ സ്റ്റോക്ക് നീങ്ങിയതും. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ROC, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും റിട്ടേൺ ഓൺ ഈക്വിറ്റിയും പരിശോധിച്ചാൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 13.1-ഉം ROE 12.3-ഉമാണ്. അതൊരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ROE ഒന്നും അല്ല, എങ്കിലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ROCയും ROE ആണ് എന്ന് നമുക്ക് പറയാം. ഈ കമ്പനിയുടെ ഡെപ്റ്റ് നോക്കുകയാണെങ്കിൽ അത് 445 കോടിയുടെ ഒരു ഡെപ്റ്റ് ഈ കമ്പനിക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു ഡെപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ 5%-ലധികം ഇവരുടെ ഹോൾഡിങ് പ്ലഡ്ജ് ചെയ്തിട്ടുമുണ്ട്. അതുപോലെ ഡെപ്റ്റ് ടു ഈക്വിറ്റി റേഷ്യോ 0.5 കാരണം എന്ന് വെച്ചാൽ ഈ കമ്പനിക്ക് അത്രമാത്രം റിസർവ് ഉണ്ട്. 853 കോടിയുടെ റിസർവ് ഉള്ള കമ്പനിയാണ്
ഒരു ഡെപ്റ്റ് 445 എന്ന് കാണുന്നത്. അപ്പോൾ അതൊരു 0.51 ഒരു ഡെപ്റ്റ് ടു ഈക്വിറ്റി റേഷ്യോ ആണ്. അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡെപ്റ്റാണ്. ആ ഡെപ്റ്റ് അത്ര ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഡെപ്റ്റല്ല. കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോങ് ടേമിൽ 10 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 20% മുകളിലാണ് CAGR ഗ്രോത്ത്. അപ്പോൾ അതൊരു നല്ലൊരു ഗ്രോത്ത് റേറ്റാണ്. കൂടാതെ ലാസ്റ്റ് 4 ക്വാർട്ടറുകളുടെ പ്രീവിയസ് ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 43% ഒരു സെയിൽസ് ഗ്രോത്ത് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇനി കോമ്പൗണ്ട് പ്രോഫിറ്റ് ഗ്രോത്തും ഇതേപോലെ തന്നെ 40% ഒക്കെ 10 ഇയേഴ്സിൻ്റെ ആവറേജ് CAGR ഗ്രോത്ത് ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഈ കമ്പനിയുടെ ആ ഒരു പ്രോഫിറ്റബിലിറ്റി സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ്. കമ്പനി ഗ്രോ ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമായ സൂചന നൽകുന്ന ഒരു ഫിഗറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി സ്റ്റോക്കിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു കമ്പനിയാണിത്. 10 വർഷത്തെ ആവറേജ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇയർ ഓൺ ഇയറിൽ ഓരോ വർഷവും 48% ഒരു വർധനവ് സ്റ്റോക്ക് പ്രൈസിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി എന്നാൽ റിട്ടേൺ ഓൺ ഈക്വിറ്റി അത്ര ആകർഷകമല്ല. കാരണം ഈ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അത്രയേ ഉള്ളൂ. ഒരു 11.6% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനാണ് കമ്പനി ഉണ്ടാക്കുന്നത്. ഇനി ഈ കമ്പനിയുടെ കഴിഞ്ഞ ക്വാർട്ടറിലുള്ള റിസൾട്ട് നോക്കുകയാണെങ്കിൽ അതിൽ ഇയർ ഓൺ ഇയറിൽ സെയിൽസ് ഗ്രോത്ത് -23% ഒരു ഡിപ്പ് നമുക്ക് കാണാൻ കഴിയും. പ്രോഫിറ്റിൽ ഇതേപോലെ ഒരു 1.96 ഡിപ്പും കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ഇയർ ഓൺ ഇയർ ഉണ്ടായിട്ടുള്ള ഒരു ഡിപ്പ് ഈ കമ്പനിക്ക് ചെറിയ തോതിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിനുശേഷമാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു Q3 റിസൾട്ട് ഈ കമ്പനിയുടെ പെർഫോമൻസിനെ ബാധിച്ചില്ല. കാരണം ഫ്യൂച്ചർ ഗ്രോത്ത് മുന്നിൽ കണ്ടുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് നല്ല തോതിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇനി കമ്പനിയുടെ ഒരു പ്രൊമോട്ടർ ഹോൾഡിങ് അത് വർദ്ധിച്ചു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 61% നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊമോട്ടർ ഹോൾഡിങ് ഈ സ്റ്റോക്കിലുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് കുറച്ചു കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന് ആനുപാതികമായിട്ട് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് കൂട്ടിക്കൊണ്ടുവന്നതായിട്ടും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 29.1 ഇന്നത്തെ PE. ഇൻഡസ്ട്രി PE ആണെങ്കിൽ 39. ഇൻഡസ്ട്രി PEയുമായിട്ട് ഒരു 10 പോയിൻറ്റിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ഇടാൻ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി PEനേക്കാളും ലോവർ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമുക്ക് ഇപ്പോൾ ഈ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സ്റ്റോക്കിൻ്റെ 5 ഇയേഴ്സ് PV ഒരു മീഡിയൻ PE നോക്കുകയാണെങ്കിൽ 21.6 ആണ്. അതിനേക്കാളും ഒരു 8 പോയിൻറ്റോളം ഉയരത്തിലാണ് സ്റ്റോക്ക് PE ഉള്ളത്. അപ്പോൾ മീഡിയം PEനേക്കാൾ ഉയരത്തിലാണെങ്കിൽ ഇൻഡസ്ട്രി PEനേക്കാൾ താഴെയാണ്. അപ്പോൾ സ്റ്റോക്ക് ഒരു ഓക്കെ ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു ടാർഗറ്റ് അതിൻ്റെ സെയിൽസ് റവന്യൂമായി ഗ്രോത്തുമായിട്ട് തട്ടിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ തീരുമാനിക്കേണ്ടത്. അതായിരിക്കും കുറച്ചുകൂടി ലോജിക്കലായിട്ടുള്ള ഒരു തീരുമാനം. കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം 2200 കോടിയുടെ സെയിൽസ് രേഖപ്പെടുത്തിയ ഈ കമ്പനി ഇപ്പോൾ ഈ കമ്പനി ഒഫീഷ്യൽസ് അനൗൺസ് ചെയ്ത 10,000 കോടി എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് ഒരു 2 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യുമെന്നാണ് കമ്പനി പറഞ്ഞത്. അപ്പോൾ അവരുടെ വാക്ക് നമ്മൾ വിശ്വാസം എടുക്കുകയാണെങ്കിൽ 2 വർഷം കൊണ്ട് ഇതിൻ്റെ ആ ഒരു സെയിൽസ് റവന്യൂ 5 ഇരട്ടി വർദ്ധിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിനാനുപാതികമായിട്ട് ഏർണിങ്സ് പെർ ഷെയർ വർദ്ധിച്ചേക്കാം, പ്രോഫിറ്റ് വർദ്ധിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരു 500 ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് 2 വർഷം എടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഷോർട്ട് ടേമിൽ ചില മുന്നേറ്റങ്ങൾ ഈ സ്റ്റോക്കിൽ ഇപ്പോഴത്തെ ബ്രേക്ക്ഔട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായേക്കാം. അവിടെ ചില പ്രോഫിറ്റ് ബുക്കിങ്ങും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. എന്നാൽ 2 വർഷത്തെ ഒരു ടൈം ഫ്രെയിമിൽ ഇത് ഹോൾഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചുള്ള അതൊന്നും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഘടകമല്ല. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇപ്പോൾ ഇത് ഓൾ ടൈം ഹൈയിലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലേക്ക് പമ്പ് ചെയ്യാതെ നമ്മൾ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 5% നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ 5% ഒന്നിച്ച് നിക്ഷേപിക്കാതെ ഒരു സിപ്പ് മോഡലിൽ ബൈ ഓൺ ഡിപ്പ് എന്നുള്ള ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഒരു 2 വർഷം കൊണ്ട് നമ്മളെ പണം 5 ഇരട്ടി വർദ്ധിപ്പിക്കുവാനുള്ള ശേഷി ഇപ്പോഴത്തെ ഈ ഒരു കമ്പനിയുടെ പെർഫോമൻസും വരാൻ പോകുന്ന ഒരു പെർഫോമൻസും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് ഓരോ ഡിപ്പും അതിനെ നിരീക്ഷിച്ചുകൊണ്ട് അതിൽ മെല്ലെ മെല്ലെ എൻട്രി എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഇപ്പോൾ ഉള്ള ഓൾ ടൈം ഹൈയിൽ നമ്മൾ പണം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു
സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ്. ഒരിക്കലും ഒരു ബൈങ് റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്. ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്തു എന്ന് മാത്രം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.